നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യത്തേത് റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആർ റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ സെറ്റ് എയിലെ ഏതൊരു മെമ്പർ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓഡേഡ് പെയർ എ കോമ എ ആറിലൊരു മെമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് പറയുക. അതായത് എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ് if ordered pair a comma a belongs to R for every a belongs to set A. അതായത് സെറ്റ് എയിലെ ഏതൊരു എ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ എ കോമ എ എന്നുള്ളത് ആറിലുണ്ടായിരിക്കണം. ഇവിടെ സ്മോൾ എ എന്നുള്ളത് ജസ്റ്റ് ഒരു ഡിനോഷൻ മാത്രമാണ്. സെറ്റ് എയിലെ ആർബിട്രറി ആയിട്ടുള്ള ഒരു മെമ്പറിനെയാണ് സ്മോൾ എ ഡിനോട്ട് ചെയ്യുന്നത്. സോ സെറ്റ് എയിലെ ഏതൊരു എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഏതൊരു എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ എ കോമ എ എന്നുള്ളത് ആറിലുണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ എ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ എ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4. R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 1 2 2 2 3 3 4 4 4 1. ഈ റിലേഷൻ R1 സെറ്റ് എയിലുള്ള ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. കാരണം സെറ്റ് എയിലെ ഏതൊരു മെമ്പർ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ എ R1 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ 1 കോമ 1 R1 2 ചൂസ് ചെയ്താൽ ഓർഡേഡ് പെയർ 2 കോമ 2 R1 3 ചൂസ് ചെയ്താൽ ഓർഡേഡ് പെയർ 3 കോമ 3 R1 4 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ 4 കോമ 4 R1 സോ സെറ്റ് എയിലെ ഏതൊരു എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ എ R1 ഒരു മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് ആ റിലേഷൻ സെറ്റ് എയിലുള്ള ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കും. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4. R2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 1 3 2 2 2 3 ആൻഡ് 3 3. ഈ റിലേഷൻ R2 സെറ്റ് എയിലുള്ള ഒരു റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. കാരണം സെറ്റ് എയിലെ ഏതൊരു എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ എ R2 എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 എന്നുള്ളത് സെറ്റ് എയിലൊരു മെമ്പറാണ്. പക്ഷേ ഓർഡേഡ് പെയർ 4 കോമ 4 R2 അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കുകയില്ല. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിലേഷനാണ് സിമ്മട്രിക് റിലേഷൻ. ഒരു സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആറിനെ സിമ്മട്രിക് എന്ന് പറയണമെങ്കിൽ സെറ്റ് എയിലെ ഏത് രണ്ട് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ ബി ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി കോമ എയും ആറിലുണ്ടായിരിക്കണം. അതായത് a relation R on a set A is called symmetric if ordered pair A comma B belongs to R implies that ordered pair B comma A belongs to R for all A comma B belongs to A. അതായത് സെറ്റ് എയിലെ ഏത് രണ്ട് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ ബി റിലേഷൻ ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി കോമ എ എന്തായാലും റിലേഷൻ ആറിലുണ്ടായിരിക്കണം. ഈ ഒരു കണ്ടീഷൻ റിലേഷൻ ആറ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷനെ ഒരു സിമ്മട്രിക് റിലേഷൻ ഓൺ സെറ്റ് എ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4. R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 1 2 2 1 2 3 3 2 4 4. ദെൻ ഈ റിലേഷൻ സെറ്റ് എയിലുള്ള ഒരു സിമ്മട്രിക് റിലേഷനാണ്. കാരണം R1 ഏതൊരു ഓർഡേഡ് പെയർ എ കോമ ബി ചൂസ് ചെയ്താലും അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ ബി കോമ എയും R1 ആദ്യത്തെ എലിമെൻറ്റ് R1 ആദ്യത്തെ എലിമെൻറ്റ് ഓർഡേഡ് പെയർ 1 കോമ 1 ആണ്. അതിൻ്റെ റിവേഴ്സും 1 കോമ 1 തന്നെയാണ്. അത് R1 സെക്കൻഡ് എലിമെൻറ്റ് 1 കോമ 2 ആണ്. അതിൻ്റെ റിവേഴ്സ് 2 കോമ 1 ആണ്. അതും R1 ദെൻ തേർഡ് എലിമെൻറ്റ് ഓൾറെഡി പറഞ്ഞു 2 കോമ 1 ആണ്. അതിൻ്റെ റിവേഴ്സ് 1 കോമ 2 R1 ഫോർത്ത് എലിമെൻറ്റ് 2 കോമ 3. അതിൻ്റെ റിവേഴ്സ് 3 കോമ 2 അത് R1 ഫിഫ്ത്ത് എലിമെൻറ്റിൻ്റെ റിവേഴ്സാണ് ഫോർത്ത് എലിമെൻറ്റ്. ദെൻ ലാസ്റ്റ് എലിമെൻറ്റ് 4 കോമ 4 അതിൻ്റെ റിവേഴ്സ് അത് തന്നെയാണ്. സോ R1 ഏതൊരു ഓർഡേഡ് പെയർ എ കോമ ബി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ ബി കോമ എയും R1 അതുകൊണ്ട് R1 സെറ്റ് എയിലുള്ള ഒരു സിമ്മട്രിക് റിലേഷനാണ്. ദെൻ R2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 2 2 1 2 2 3 1 ആൻഡ് 3 3. അത് സെറ്റ് എയിലുള്ള ഒരു സിമ്മട്രിക് റിലേഷൻ അല്ല. കാരണം ഓർഡേഡ് പെയർ 3 കോമ 1 R2 മെമ്പറാണ്. പക്ഷേ അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ 1 കോമ 3 R2 അതുകൊണ്ട് ആ റിലേഷൻ സിമ്മട്രിക് അല്ല. ഇവിടെ ആദ്യത്തെ എലിമെൻറ്റ് 1 2 ആണ്. അതിൻ്റെ റിവേഴ്സ് 2 കോമ 1 R2 സെക്കൻഡ് എലിമെൻറ്റ് 2 കോമ 1ൻ്റെ റിവേഴ്സ് 1 കോമ 2 R2
തേർഡ് എലിമെൻറ്റ് 2 2 അതിൻ്റെ റിവേഴ്സ് അത് തന്നെയാണ്, അത് R2-ലുണ്ട്. പക്ഷേ ഫോർത്ത് എലിമെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ റിവേഴ്സ് 1 3 R2-ലില്ല. സോ എല്ലാ എ ബി ചൂസ് ചെയ്താലും അതിൻ്റെ എല്ലാം റിവേഴ്സ് ആയിട്ടുള്ള ബി എ ആറിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ റിലേഷനെ സിമെട്രിക് എന്ന് പറയുകയുള്ളൂ. ഇവിടെ ചില എലിമെൻറ്റ്സിന് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ എലിമെൻറ്റ്സിനും ഹോൾഡ് ചെയ്യുന്നില്ല. ഹോൾഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു എലിമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻ സിമെട്രിക് ആയിരിക്കുകയില്ല. സോ R2 സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിമെട്രിക് റിലേഷൻ അല്ല. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് റിലേഷനാണ് ആൻറ്റി സിമെട്രിക് റിലേഷൻ. സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആൻറ്റി സിമെട്രിക് എന്ന് പറയണമെങ്കിൽ എയും ബിയും ഈക്വൽ അല്ലാത്ത വിധത്തിൽ ഒരു ഓർഡേഡ് പെയർ എ കോമ ബി ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി കോമ എ എന്തായാലും ആറിലുണ്ടായിരിക്കരുത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും ആറിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം. അതായത് എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും ആറിലുണ്ടായിരിക്കരുത്. ഈ ഒരു കണ്ടീഷൻ റിലേഷൻ ആറ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി സിമെട്രിക് റിലേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എ റിലേഷൻ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് ആൻറ്റി സിമെട്രിക് if ordered pair a comma b belongs to R with a not equal to b, then ordered pair b comma a not belongs to R. Or equivalently, if ordered pair a comma b belongs to R and ordered pair b comma a belongs to R, then a equal to b. അതായത് എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും റിലേഷൻ ആറിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഈ ഒരു കണ്ടീഷൻ റിലേഷൻ ആറ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ഒരു ആൻറ്റി സിമെട്രിക് റിലേഷൻ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 2 1 2 2 and 3 2. ആ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി സിമെട്രിക് റിലേഷനാണ്. കാരണം എയും ബിയും ഈക്വൽ അല്ലാത്ത വിധത്തിൽ ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും റിലേഷൻ R1-ലില്ല. അതുകൊണ്ട് ആ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി സിമെട്രിക് റിലേഷനാണ്. സെക്കൻഡ് വൺ R2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 1 3 2 1 2 3 and 3 2. ഈ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി സിമെട്രിക് റിലേഷൻ അല്ല. ബിയും എയും ഈക്വൽ അല്ലാത്ത വിധത്തിൽ ഒരു ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും റിലേഷൻ R2-ലുണ്ട്. കാരണം ഓർഡേഡ് പെയർ 2 കോമ 3യും ഓർഡേഡ് പെയർ 3 കോമ 2വും R2-ലെ മെമ്പേഴ്സാണ്. പക്ഷേ 2 നോട്ട് ഈക്വൽ 3 ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ ആൻറ്റി സിമെട്രിക് റിലേഷൻ അല്ല. ഒരു റിലേഷൻ സിമെട്രിക് ആണ് എന്നുള്ളതിൽ നിന്നും ആ റിലേഷൻ ആൻറ്റി സിമെട്രിക് അല്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു റിലേഷൻ ആൻറ്റി സിമെട്രിക് ആണ് എന്നുള്ളതിൽ നിന്നും ആ റിലേഷൻ സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ബോത്ത് സിമെട്രിക് അതുപോലെ തന്നെ ആൻറ്റി സിമെട്രിക് ആയിട്ടുള്ള ഒരു റിലേഷൻ്റെ എക്സാമ്പിളാണ് ഇനി പറയുന്നത്. അതാണ് ഈ നോട്ടിൽ തന്നിട്ടുള്ളത്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ദെൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 2 2 3 3. അത് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിമെട്രിക് റിലേഷനാണ്. അതുപോലെ തന്നെ ആൻറ്റി സിമെട്രിക് റിലേഷനുമാണ്. കാരണം ഒരു റിലേഷൻ ആറ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ഓർഡേഡ് പെയർ എ കോമ ബി ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി കോമ എയും ആറിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൻറ്റി സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എയും ബിയും ഈക്വൽ അല്ലാത്ത വിധത്തിൽ ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും റിലേഷൻ ആറിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഇവിടെ ആദ്യത്തെ കേസ് നോക്കാം. അതായത് സിമെട്രിക് ആണെന്ന് വെരിഫൈ ചെയ്യാം. ഓർഡേഡ് പെയർ എ കോമ ബി ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി കോമ എയും ആറിലുണ്ടായിരിക്കണം. ആദ്യത്തെ മെമ്പർ ഓർഡേഡ് പെയർ 1 കോമ 1 ആണ്. അതിൻ്റെ റിവേഴ്സ് 1 കോമ 1 തന്നെയാണ്. അത് ആറിലുണ്ട്. അതുപോലെ തന്നെ 2 2ൻ്റെ റിവേഴ്സും ആറിലുണ്ട്. 3 3യുടെ റിവേഴ്സും ആറിലുണ്ട്. അതുകൊണ്ട് ആ റിലേഷൻ സിമെട്രിക് ആണ്. അതുപോലെ തന്നെ എയും ബിയും ഈക്വൽ അല്ലാത്ത വിധത്തിൽ ഒരു ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ എയും റിലേഷൻ ആറിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ റിലേഷൻ ആൻറ്റി സിമെട്രിക്കുമാണ്. സോ ഈ റിലേഷൻ ബോത്ത് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക്. സോ അറ്റ് എ ടൈം സിമെട്രിക് ആവാനും ആൻറ്റി സിമെട്രിക് ആവാനും പോസിബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നോട്ടിൽ പറഞ്ഞത്. ദെൻ ഫോർത്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ. ഒരു സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ആറ് ട്രാൻസിറ്റീവ് എന്ന് പറയണമെങ്കിൽ സെറ്റ് എയിലെ ഏത് 3 എലമെൻസുകൾ എയും ബിയും സിയും ചൂസ് ചെയ്താലും ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ സിയും ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ എ കോമ സി എന്തായാലും ആറിലുണ്ടായിരിക്കണം. ഈ ഒരു കണ്ടീഷൻ റിലേഷൻ ആറ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആയിരിക്കും.
that is a relation R on a set A is called transitive if ordered pair A comma B belongs to R and ordered pair B comma C belongs to R implies that ordered pair A comma C belongs to R for all A comma B comma C belongs to set A. അതായത് സെറ്റ് എയിലെ ഏത് 3 എലമെൻറ്റ്സുകൾ എയും ബിയും സിയും ചൂസ് ചെയ്താലും എയും ബിയും സിയും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് 3 എലമെൻറ്റ്സുകൾ എയും ബിയും സിയും ചൂസ് ചെയ്താലും ഓർഡേഡ് പെയർ എ കോമ ബിയും ഓർഡേഡ് പെയർ ബി കോമ സിയും സെറ്റ് ആറിലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ എ കോമ സി ആറിലുണ്ടായിരിക്കണം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 then R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 2 2 1 1 1 2 3 1 3 ആൻഡ് 2 2. അത് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. കാരണം R1ലെ ഏത് 2 ഓർഡേഡ് പെയർസ് എ കോമ ബിയും ബി കോമ സിയും ചൂസ് ചെയ്താലും ഓർഡേഡ് പെയർ എ കോമ സി R1ലുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ബട്ട് സെക്കൻഡ് എക്സാമ്പിൾ R2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 1 3 2 1 3 1 3 2 2 2 ആൻഡ് 1 2. അത് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. കാരണം ഓർഡേഡ് പെയർ 3 കോമ 1ഉം ഓർഡേഡ് പെയർ 1 കോമ 3യും R2വിലുണ്ട്. ബട്ട് ഓർഡേഡ് പെയർ 3 കോമ 3 R2വിലില്ല. അതുകൊണ്ട് ആ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കണമെങ്കിൽ ആ റിലേഷനിലെ ഏത് 2 ഓർഡേഡ് പെയർ എ കോമ ബിയും ബി കോമ സിയും ചൂസ് ചെയ്താലും ഓർഡേഡ് പെയർ എ കോമ സി ആ റിലേഷനിലുണ്ടായിരിക്കണം. ഇവിടെ R2വിലെ 2 മെമ്പേഴ്സാണ് 3 1ഉം അതുപോലെ തന്നെ 1 3യും. ബട്ട് ഓർഡേഡ് പെയർ 3 കോമ 3 R2വിലൊരു മെമ്പർ അല്ല. അതുകൊണ്ട് ആ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ഇവിടെ ചില എലമെൻസുകൾക്ക് ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഡേഡ് പെയർ 1 കോമ 3യും ഓർഡേഡ് പെയർ 3 കോമ 1ഉം ചൂസ് ചെയ്യുക. ആ കേസിൽ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3 ആൻഡ് സി ഈക്വൽ ടു 1. ദെൻ ഓർഡേഡ് പെയർ എ സി എന്നുള്ളത് 1 1 ആണ്. അത് R2വിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓർഡേഡ് പെയർസ് 1 കോമ 3യും 3 കോമ 2ഉം R2വിലുണ്ട്. ആ കേസിൽ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 3 ആൻഡ് സി ഈക്വൽ ടു 2. ദെൻ എ സി എന്നുള്ളത് 1 2 ആണ്. അതും R2വിലുണ്ട്. ബട്ട് എല്ലാ എലിമെൻസുകൾക്കും ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. അതായത് ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു എ ബിയും ബി സിയും ആറിലുണ്ട് എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ സി ആറിലില്ല എന്നും വെരിഫൈ ചെയ്താൽ മതി. ഇവിടെ ഓർഡേഡ് പെയർസ് 3 കോമ 1ഉം 1 കോമ 3യും R2വിലുണ്ട്. ബട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ സി അതായത് ഓർഡേഡ് പെയർ 3 കോമ 3 R2വിലില്ല. അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. ദെൻ നെക്സ്റ്റ് ടൈപ്പ് റിലേഷൻ ഈക്വലൻസ് റിലേഷൻ. ഒരു സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ R ഒരു ഈക്വലൻസ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും ആയിരിക്കണം. ദാറ്റ് ഈസ് എ റിലേഷൻ R ഓൺ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഇഫ് R ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതായത് റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമായിട്ടുള്ള ഒരു റിലേഷൻ ആറിനെയാണ് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ദെൻ R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1 1 1 2 2 2 2 1 2 3 1 3 3 1 3 2 3 3 ആൻഡ് 4 4. ഈ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷനാണ്. കാരണം ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. അതായത് സെറ്റ് എയിലെ ഏതൊരു മെമ്പർ എ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ എ R1ലുണ്ട്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, അതുപോലെ തന്നെ 4 4 ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. അതുപോലെ തന്നെ ഈ റിലേഷൻ സിമ്മട്രിക് ആണ്. അതായത് സെറ്റ് എയിലെ ഏത് 2 എ ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓർഡേഡ് പെയർ എ കോമ ബി R1ലുണ്ടെങ്കിൽ ഓർഡേഡ് പെയർ ബി കോമ എയും R1ലുണ്ട്. ആദ്യത്തെ എലിമെൻറ്റ് 1 1 ആണ്. അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള 1 1 അതിലുണ്ട്. 1 2ൻ്റെ റിവേഴ്സ് 2 1 അതും R1ലുണ്ട്. 2 2ൻ്റെ റിവേഴ്സ് 2 2 തന്നെ അതും R1ലുണ്ട്. നെക്സ്റ്റ് എലിമെൻറ്റ് 2 1 ആണ്. അതിൻ്റെ റിവേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു 1 2 അത് R1ലൊരു മെമ്പറാണ്. ഫിഫ്ത്ത് എലിമെൻറ്റ് 2 3 അതിൻ്റെ റിവേഴ്സ് 3 2 അതും R1ലുണ്ട്. ദെൻ നെക്സ്റ്റ് എലിമെൻറ്റ് 1 3 അതിൻ്റെ റിവേഴ്സ് 3 1 അതും R1ലുണ്ട്. അടുത്ത എലിമെൻറ്റ് 3 1 ആണ്. അതിൻ്റെ റിവേഴ്സ് ആണ് 1 3 അത് R1ലുണ്ട്. നെക്സ്റ്റ് 3 2 അതിൻ്റെ റിവേഴ്സ് 2 3 അത് R1ലുണ്ട്. നെക്സ്റ്റ് എലിമെൻറ്റ് 3 3 അതിൻ്റെ റിവേഴ്സ് 3 3 തന്നെയാണ്.
4 റിവേഴ്സ് 4 തന്നെ ആയതുകൊണ്ട് അത് രണ്ടും R1 അതുകൊണ്ട് ആ റിലേഷൻ സിമെട്രിക് ആണ്. അതുപോലെ തന്നെ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. കാരണം R1 ഏത് രണ്ട് ഓർഡേഡ് പെയർ A, Bയും B, Cയും ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ A, C R1 ഒരു മെമ്പറാണ്. അതുകൊണ്ട് ആ റിലേഷൻ സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ആ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയതുകൊണ്ട് ആ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷനാണ്. ദെൻ നെക്സ്റ്റ് റിലേഷൻ R2 എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1, 1, 2, 2, 3, 3, 4, 4 അത് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷനാണ്. കാരണം ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷനാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ R3 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് 1, 1, 1, 2, 2, 1, 2, 2, 2, 3, 3, 3 ആൻഡ് 4, 4 അത് സെറ്റ് എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷൻ അല്ല. കാരണം ആ റിലേഷൻ സിമെട്രിക് അല്ല. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. കാരണം 1, 1, 2, 2, 3, 3, 4, 4 ഇതെല്ലാം R3 ബട്ട് ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും ആയിരിക്കണം. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, പക്ഷേ സിമെട്രിക് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 3 R3 ബട്ട് 3, 2 R3 അതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് അല്ല. അതുപോലെ തന്നെ ഈ റിലേഷൻ ട്രാൻസിറ്റീവും അല്ല. നമുക്ക് ഈക്വലൻസ് റിലേഷൻ അല്ല എന്ന് പറയുവാൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. സോ സിമെട്രിക് എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് ഈ റിലേഷൻ എന്തായാലും ഈക്വലൻസ് റിലേഷൻ ആയിരിക്കുകയില്ല. ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞു എന്ന് മാത്രം, ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. കാരണം ഓർഡേഡ് പെയർസ് 1, 2ഉം 2, 3യും R3 ഈ കേസിൽ A ഈക്വൽ ടു 1, B ഈക്വൽ ടു 2 ആൻഡ് C ഈക്വൽ ടു 3 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേഡ് പെയർ A, C എന്നുള്ളത് ഓർഡേഡ് പെയർ 1, 3 ആണ്. അത് R3 ഒരു മെമ്പർ അല്ല. അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല.